ഡിജിറ്റൽ നറേറ്റീവ്സ് 4th സെമസ്റ്റർ പേപ്പറിൽ മൊഡ്യൂൾസിൽ 1, 2, 3, 4 തിയറി പോർഷൻസ് മാത്രമാണ് നമ്മൾ ഈ ഓഡിയോയ്ക്കകത്ത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിലെ തിയറി പോർഷൻസും നോക്കാം നമുക്ക് ആദ്യമേ. ഫസ്റ്റ് മൊഡ്യൂളിലെ തിയറി പോർഷൻസ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ്, ഡിജിറ്റൽ ഇൻക്ലൂസിവിറ്റി, ഡിജിറ്റൽ ലീഡർഷിപ്പ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ്? ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിജിറ്റൽ ടെക്നോളജി റെസ്പോൺസിബിളായിട്ടും എത്തിക്കലായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. അതായത് സേഫായിട്ടുള്ള ഇൻ്റർനെറ്റ്, നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യുക. ആൻഡ് ബാക്കിയുള്ള എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്തും, അതായത് നമ്മൾ മര്യാദയ്ക്കൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സേഫ് എൻവയോൺമെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഡിജിറ്റൽ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് അവെയർനെസ് പ്രൊമോട്ട് ചെയ്യുക. പിന്നെന്താണ്, ഓൺലൈൻ കോണ്ടന്റ്, അതായത് ഫേക്ക് ന്യൂസ്, മിസ് ഇൻഫർമേഷൻ, ഇങ്ങനെയുള്ള അതായത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷനെതിരെ, തെറ്റായിട്ടുള്ള ന്യൂസിനെതിരെ, ഫേക്ക് ആയിട്ടുള്ള ന്യൂസിനെതിരെയൊക്കെ നമ്മൾ പ്രതികരിക്കുക, അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ട് നമ്മളൊന്ന് തിങ്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻകറേജ് ചെയ്യുക. ആൻഡ് ഓൾസോ എന്താണ്, പേഴ്സണൽ ഡേറ്റ ആൻഡ് പ്രൈവസിയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ ഓൺ റെസ്പോൺസിബിലിറ്റി ആണെന്ന് മനസ്സിലാക്കി കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്യുമ്പോൾ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക. അല്ലാതെ സൈബർ ബുള്ളിയിങ്ങോ ഹേറ്റ് സ്പീച്ചോ ഒന്നും നടത്താതിരിക്കുക. പിന്നെ ഡിജിറ്റൽ ലോസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത്, അതായത് കോപ്പി റൈറ്റ് ഒക്കെ മനസ്സിലാക്കി എന്താണ് ബാക്കിയുള്ളവരുടെ കോണ്ടന്റ് ഒന്നും നമ്മൾ മിസ്യൂസ് ചെയ്യാതെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഡിജിറ്റൽ ലിറ്ററസി, അതായത് ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ യൂസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഡിജിറ്റൽ ലിറ്ററസിയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. പാർട്ടിസിപ്പേഷൻ, അതായത് സൊസൈറ്റിയിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ തന്നെ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു ഡിജിറ്റൽ ക്രിയേഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഫേക്ക് ആയിട്ടുള്ള വാട്സാപ്പ് മെസ്സേജസ് വിത്തൗട്ട് വെരിഫിക്കേഷൻ നമ്മൾ അയക്കാതിരിക്കുക എന്നൊക്കെ ഉള്ളത് ഈ ഒരു ഡിജിറ്റൽ സിറ്റിസൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് വരും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇൻക്ലൂസിവിറ്റിയാണ്. അതായത് ഈക്വലായിട്ട് ഡിജിറ്റൽ ടൂൾസും ഇൻ്റർനെറ്റും എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ഉറപ്പുവരുത്തലാണ് ഡിജിറ്റൽ ഇൻക്ലൂസിവിറ്റി. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങൾ, ഡിജിറ്റൽ ടൂൾസ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പം ഡിജിറ്റൽ ഡിവൈഡ് നമ്മൾ ഒഴിവാക്കുക. ഡിജിറ്റൽ ഡിവൈഡ് എന്ന് വെച്ചാൽ റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് ഇൻ്റർനെറ്റ് നല്ല രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നു, അതെല്ലാം കോസ്റ്റൊക്കെ നമുക്ക് വൈഫൈ ഫെസിലിറ്റി ആണെന്നുണ്ടെങ്കിലും അല്ലാതെ ഇൻ്റർനെറ്റിൻ്റെ ഫെസിലിറ്റീസൊക്കെ ആണെന്നുണ്ടെങ്കിലും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. പൂർ ആയിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്നില്ല. അർബൻ ഏരിയാസിൽ ഇൻ്റർനെറ്റ് ഭയങ്കരമായിട്ട് സ്പീഡിൽ കിട്ടുന്നുണ്ട്. റൂറൽ ഏരിയാസ് അത്രയും സ്പീഡ് പോരാ. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ഡിവൈഡ് എന്നാണ് ഇതിനെ പറയുന്നത്. ചിലർക്ക് കിട്ടുന്നുണ്ട്, ചിലർക്ക് കിട്ടുന്നില്ല, ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിളിന് ഡിജിറ്റൽ ഇൻക്ലൂസിവിറ്റി അതായത് ചെയ്യുക. പിന്നെന്താണ്, ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ, അവർക്കും അവർ ഹ്യൂമൻ ബീങ്സ് ആണ്. സോ അവർക്കും എന്ത് ചെയ്യുക, ഈ ഡിജിറ്റൽ ഇൻക്ലൂസിവിറ്റി ഉറപ്പാക്കുക. പിന്നെന്താണ്, അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഇൻ്റർനെറ്റും ബാക്കിയുള്ള ഡിവൈസസും ഒക്കെ പ്രൊമോട്ട് ചെയ്യുക. മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ കോണ്ടന്റ്, ഇൻ്റർനെറ്റിലുള്ള കോണ്ടന്റ് മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക ഇത് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഡിജിറ്റൽ ലിറ്ററസി, മാർജിനലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന സെക്ഷൻ, മാർജിനലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളെന്ന് വെച്ചാൽ എസ്പെഷ്യലി വിമൻ, അല്ലെങ്കിൽ ലോ ക്ലാസ്, ലോ കാസ്റ്റ്, ഇങ്ങനെയുള്ള കാറ്റഗറീസിലൊന്നും കിട്ടുന്നില്ല എന്നുള്ള അതൊക്കെ മാറ്റി മാർജിനലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഗ്രൂപ്പ്സിനൊക്കെ ഡിജിറ്റൽ ലിറ്ററസി എൻകറേജ് ചെയ്യുക. ജെൻഡർ ഇക്വാളിറ്റി നമ്മൾ കൊണ്ടുവരിക, സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താണ്, റൂറൽ പോപ്പുലേഷനിലൊക്കെ ഓൺലൈൻ സർവീസസിൻ്റെ ആക്സസ് പ്രൊവൈഡ് ചെയ്യുക നമ്മൾ. അതായത് ഫ്രീ വൈഫൈ സ്കീം അല്ലെങ്കിൽ ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാംസ് റൂറൽ ഏരിയാസിൽ അല്ലെങ്കിൽ വില്ലേജസിൽ കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഡിജിറ്റൽ ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്നത്. ഡിജിറ്റൽ ഇൻക്ലൂസിവിറ്റി എന്ന് വെച്ചാൽ എല്ലാവർക്കും ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഡിജിറ്റൽ ഇൻക്ലൂസിവിറ്റി. നെക്സ്റ്റ് ഡിജിറ്റൽ ലീഡർഷിപ്പാണ്. ഡിജിറ്റൽ ലീഡർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ടൂൾസ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതായത് ഓർഗനൈസേഷൻസിനെ ലീഡ് ചെയ്യാനും മാനേജ് ചെയ്യാനും എങ്ങനെ നമ്മൾ ഡിജിറ്റലായിട്ടുള്ള ടൂൾസിനെ നമ്മൾ യൂസ് ചെയ്യുന്നു. അതായത് ടെക്നോളജി യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഓർഗനൈസേഷൻസിൽ ഇന്നവേഷൻസും അല്ലെങ്കിൽ ഇന്നവേഷണലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാം. വർക്ക് പ്ലേസിൽ നമുക്ക് ഡിജിറ്റൽ ടൂൾസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ട്രാൻസ്ഫർമേഷൻസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. പിന്നെ അതുപോലെ തന്നെ ഓൺലൈനായിട്ട് കൊളാബറേഷൻ കൾച്ചർ നമുക്ക്, അതായത് എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഓൺലൈനായിട്ട് ഒരു കൊളാബ് കൾച്ചർ എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. ഡിജിറ്റൽ ട്രെൻഡുകളെക്കുറിച്ചുള്ള നോളജ് അതിന് അത്യാവശ്യമാണ്. അതായത് AI-യെക്കുറിച്ചൊക്കെ അറിയണം, സൈബർ സെക്യൂരിറ്റിയെക്കുറിച്ച് അവയർനെസ് ഉണ്ടായിരിക്കണം. നമ്മളിതിനെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം, അല്ലേ? അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാനേജറിന് ഇപ്പം പെട്ടെന്ന് തന്നെ മീറ്റിംഗ് നടത്തണം.
അപ്പോൾ അദ്ദേഹം അതായത് ഒരു 5 മിനിറ്റിനുള്ളിൽ മീറ്റിംഗ് നടത്തണം, എല്ലാവരെയും കിട്ടുകയും വേണം. കുറച്ച് പേര് ലീവാണ്, കുറച്ച് പേര് ഓഫീസിലുണ്ടെന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂം വെച്ചിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വെച്ചിട്ട് മീറ്റിംഗ് നടത്താം. അപ്പോൾ ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനെ നല്ല രീതിയിൽ ലീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിജിറ്റൽ ടൂൾസിനെ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഡിജിറ്റൽ ഗവർണൻസ് അല്ലെങ്കിൽ ഇ ഗവർണൻസ് എന്താണ്? അപ്പോൾ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ച് ഗവൺമെൻറ്റിൻ്റെ സർവീസിനെ ഡെലിവർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഗവർണൻസ് എന്ന് അല്ലെങ്കിൽ ഇ ഗവർണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടി ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ എന്താണ് അക്കൗണ്ടബിലിറ്റി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളത് ആളുകൾക്ക്, സിറ്റിസൺസിന് അല്ലെങ്കിൽ പബ്ലിക്കിന് കിട്ടുന്നു. കറപ്ഷനും അതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കുന്ന ഈ ബ്രോക്കർമാർ അല്ലെങ്കിൽ മിഡിൽ മെൻ എന്ന് പറയുമല്ലോ, അവരെയൊക്കെ നമുക്കപ്പോൾ ഒഴിവാക്കാം. ഫാസ്റ്ററായിട്ട് പബ്ലിക് സർവീസ് ഡെലിവറി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് സിറ്റിസൺസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഗവൺമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും. എന്നുവെച്ചാൽ നമ്മൾ ഈ ഓഫീസിലൊക്കെ പോയി അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി ടൈം കളയുന്നതിന് പകരം നമുക്ക് ഓൺലൈനായിട്ട് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ ഗവർണൻസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഗവർണൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫൈൻ അടയ്ക്കണം, ചെല്ലാൻ്റെ ഫൈൻ അടയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാം അല്ലേ. അതിന് വേണ്ടി നമ്മൾ വേറെ അക്ഷയ സെൻറ്ററിലൊക്കെ പോയി അങ്ങനെ നിന്ന് മെനക്കെടിയൊന്നും വേണ്ട എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് 24/7 അവൈലബിലിറ്റി ഉണ്ടായിരിക്കുക. പേപ്പർ വർക്കിനെതിരെ നമുക്ക് പേപ്പർ വർക്കൊക്കെ റെഡ്യൂസ് ചെയ്യാം ഓൺലൈനായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ എന്താണ് അഡ്മിനിസ്ട്രേഷൻ്റെ എഫിഷ്യൻസിയാണ് ഇത് ഇൻക്രീസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഓൺലൈനായിട്ട് നമുക്ക് പാസ്പോർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ സാധിക്കുന്നത് അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ഗവർണൻസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഗവർണൻസിൻ്റെ ഭാഗമാണ്. ഓക്കെ, പിന്നെ വീട്ടിലെ കാര്യമൊക്കെ നമുക്കിപ്പോൾ എന്താണ് പിന്നെ കെ സ്മാർട്ട് വഴിയൊക്കെ നമുക്ക് അടയ്ക്കാൻ സാധിക്കുന്നുണ്ട്. സോ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ഗവർണൻസിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഗവർണൻസിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് ഇ ഗവർണൻസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? സിറ്റിസൺസിന് ടൈമും കോസ്റ്റും സേവ് ചെയ്യാം. പിന്നെന്താണ് ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്, കറപ്ഷനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സർവീസ് ഡെലിവറി സ്പീഡ് ഇമ്പ്രൂവ് ആണ് അല്ലേ, നമുക്ക് ഓൺലൈനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തു തീർക്കാം. പിന്നെന്താണ് ആക്സസിബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ സാധിക്കണം റിമോട്ട് ഏരിയാസ് അല്ലെങ്കിൽ റൂറൽ ഏരിയാസിൽ. ഡെമോക്രസി അല്ലെങ്കിൽ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പാർട്ടിസിപ്പേഷനെ അത് സ്ട്രെങ്തൻ ചെയ്യുന്നു. പിന്നെന്താണ് എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ അത് ബൂസ്റ്റ് ചെയ്യുന്നു. അതായത് ഓൺലൈനായിട്ട് നമുക്കിപ്പോൾ ടാക്സ് ഒക്കെ ഫയൽ ചെയ്യാൻ സാധിക്കും. മറ്റേത് CA-കാരെയൊക്കെ പോയി കാണുന്നതിന് പകരം ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ സ്വയമായിട്ട് ടാക്സ് ഒക്കെ ഫയൽ ചെയ്യാൻ സാധിക്കും ഓൺലൈനായിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ്. അതാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിക്കുന്നത്. സമയവും ഇല്ല, പൈസയുടെ വേസ്റ്റേജും ഇല്ല. ഇനി ഡിജിറ്റൽ ഗവർണൻസിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഇല്ലാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈഡ് ഉള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. പിന്നെ ഡിജിറ്റൽ ലിറ്ററസി സിറ്റിസൺസിന് ഇല്ലെന്നുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നമാണ്. സൈബർ സെക്യൂരിറ്റി ത്രെറ്റ് അല്ലെങ്കിൽ ഹാക്കിംഗ് ഒക്കെ വരുവാണെങ്കിൽ പ്രശ്നമാണ്. ഡേറ്റയുടെ പ്രൈവസി കൺസേൺ വരുവാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. അതുപോലെ തന്നെ എന്താണ് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചിലർ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ കറണ്ട് ചാർജൊക്കെ നമുക്ക് വേണം, ഇവിടെ നിന്ന് ഓഫീസിൽ പോയി അടയ്ക്കാതെ KCB ഓഫീസിൽ പോയി അടയ്ക്കാതെ നമുക്ക് ഗൂഗിൾ പേ വഴി ചെയ്യാം, ഗ്യാസ് അങ്ങനെ ബുക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ചാർജ് നമ്മൾ അവിടെ പോയേ അടയ്ക്കൂ എന്ന് വാശി പിടിക്കുന്ന ആളുകളുണ്ട്. അപ്പം ട്രഡീഷണൽ ആയിട്ടുള്ള സിസ്റ്റം ഫോളോ ചെയ്യുന്നെന്നും പറഞ്ഞ് ഫോളോ ചെയ്യത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ചേഞ്ചസിനെയൊക്കെ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ട്. സോ അതും ഒരു ചലഞ്ചാണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് വളരെ വലുതാണ്. ടെക്നിക്കൽ ഇഷ്യൂസ് വരുമ്പോഴും പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കറണ്ട് ചാർജ് അടയ്ക്കാൻ പറ്റുന്നില്ല, നമ്മുടെ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. അപ്പോൾ അത് പ്രശ്നമാണ്. അതുപോലെ തന്നെ ലാംഗ്വേജ് ബാരിയേഴ്സ് വരുന്നത് പ്രശ്നമാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ പബ്ലിക് യൂട്ടിലിറ്റി ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് ഇന്ത്യ ആൻഡ് കേരള. അപ്പോൾ അതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ആധാർ, BMAP, ഇൻകം ടാക്സ് ഫയലിംഗ്, RTI, ഡിജി ലോക്കർ, പിന്നെന്താണ് LSGD ആൻഡ് അക്ഷയ സെൻറ്റേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് വരുന്നത്. അതായത് പബ്ലിക് യൂട്ടിലിറ്റി ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ്. അപ്പോൾ പബ്ലിക്കിന് വേണ്ടി ഡിജിറ്റലായിട്ട് നമ്മുടെ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്? അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആധാറാണ്. ആധാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണീക്ക് ഐഡൻറ്റിറ്റി സിസ്റ്റമാണ്. ബയോമെട്രിക്സ്, നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ ബയോമെട്രിക്സ് വെച്ചിട്ട് ഒക്കെ ചെയ്യുന്നതാണ് ആധാർ എന്ന് പറയുന്നത്. അതിനെ മാനേജ് ചെയ്യുന്നത് അതായത് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIAI ആണിത് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത്. നമ്മുടെ ഐഡൻറ്റിറ്റി ലിങ്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ആധാർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ അപ്പോൾ വെൽഫെയർ സ്കീമിലൊക്കെ ഫ്രോഡ് ആക്ടിവിറ്റീസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ബാങ്ക് അക്കൗണ്ടിന് വേണ്ടിയും മൊബൈലിലെ സിം കാർഡിന് വേണ്ടിയൊക്കെ നമ്മൾ ആധാർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഡിജിറ്റൽ ഐഡൻറ്റിറ്റി നമുക്ക് തരുന്നുണ്ട്. പിന്നെന്താണ് അക്രോസ് ഇന്ത്യ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് അല്ലേ. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഭീം ആപ്പാണ്. ഭീം ആപ്പ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ പേയ്മെൻറ്റ് ആപ്പാണ്. UPI ബേസ് ചെയ്തിട്ടിരിക്കും. അത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം.
ബാങ്ക് അക്കൗണ്ട് വഴി വർക്ക് ചെയ്യുന്നതാണ്. ക്യാഷ്ലെസ് എക്കോണമി ആക്കാൻ വേണ്ടിയാണ് ഈ ഭീം ആപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഗൂഗിൾ പേ പോലെ ഒരെണ്ണമാണ് ഭീം ആപ്പ്. ഈസിയാണ്, യൂസർ ഫ്രണ്ട്ലി ആണ്, ട്രാൻസാക്ഷൻസ് സെക്യൂർ ചെയ്യാം. QR കോഡ് പേയ്മെൻ്റ് ഒക്കെ ഇതിനകത്തും ഉണ്ട്. മൾട്ടിപ്പിൾ ലാംഗ്വേജസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് ഇൻകം ടാക്സ് ഫയലിംഗ് ആണ്. അതായത് നമുക്ക് ടാക്സ് റിട്ടേൺസ് ഓൺലൈനായിട്ട് ഫയൽ ചെയ്യുന്നതാണ് ഇൻകം ടാക്സ് ഫയലിംഗ് എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ദിസ് മാനേജ് ചെയ്യുന്നത്. ടൈം ആൻഡ് എഫേർട്ട് സേവ് ചെയ്യാം, പേപ്പർ വർക്ക് റെഡ്യൂസ് ചെയ്യാം, ഫാസ്റ്ററായിട്ട് നമുക്ക് റീഫണ്ട് കിട്ടും, ട്രാൻസ്പെറൻസി ഉണ്ട്. പിന്നെന്താണ്, നമുക്കറിയാൻ സാധിക്കും നമ്മൾ ഫയൽ ചെയ്ത കാര്യം എവിടെ വരെ എത്തി, അതിൻ്റെ സ്റ്റേറ്റസ്, ട്രാക്കിംഗ് സ്റ്റേറ്റസ് കിട്ടും. 24/7 അവൈലബിൾ ആണ്, അല്ലേ? സെക്യൂർ ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. പിന്നെ വരുന്നത് RTI ആണ്. RTI എന്ന് വെച്ചാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ. അതും ഗവൺമെൻറ്റിന്, അതായത് ഒരു ട്രാൻസ്പെറൻസി കിട്ടും നമുക്ക്. സിറ്റിസൺസിന് എന്ത് ഇൻഫർമേഷനും റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം കിട്ടും. ഇപ്പോൾ ഒരാൾക്ക് എങ്ങനെ ഒരു ജോലി ലഭിച്ചു, അല്ലെങ്കിൽ അയാളുടെ ക്വാളിഫിക്കേഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം നമ്മൾ ഇതുപോലെ ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ ക്വാളിഫിക്കേഷൻസ് കിട്ടും. അങ്ങനെ അപ്പോൾ കറപ്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, സിറ്റിസൺസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, പബ്ലിക് അതോറിറ്റീസിനൊക്കെ അപ്ലൈ, അതായത് പബ്ലിക്കായിട്ട് നമുക്കിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്കറിയാൻ സാധിക്കും, അല്ലേ? അതിന് ഓൺലൈൻ ആപ്ലിക്കേഷൻ സിസ്റ്റമാണ് ഉള്ളത്. അപ്പോൾ ഡെമോക്രസിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ് RTI എന്ന് പറയുന്നത്. ഇനി നമുക്കെല്ലാം അറിയാവുന്നതാണ് ഡിജി ലോക്കർ എന്ന് പറയുന്നത്, അതായത് ഡിജിറ്റൽ ഡോക്യുമെൻറ്റ് സ്റ്റോറേജ് സിസ്റ്റം. അത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് മാനേജ് ചെയ്യുന്നത്. സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് സൂക്ഷിക്കാൻ പറ്റും. ആധാർ ആണെങ്കിലും നമ്മുടെ 10th 12th +2 സർട്ടിഫിക്കറ്റ്സുകളെല്ലാം നമുക്ക് ഓൺലൈനായിട്ട്, പാൻ കാർഡോ എല്ലാം നമുക്ക് ഇതിനകത്ത് സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കാൻ പറ്റും ഓൺലൈനായിട്ട്. അപ്പോൾ നമുക്ക് ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ് കയ്യിൽ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ആക്സസിബിൾ ആണ് എനി ടൈം. ആധാറൊക്കെ വെച്ച് നമുക്ക് ലിങ്ക് ചെയ്യാം. ഒഫീഷ്യൽ വെരിഫിക്കേഷന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. ലൈസൻസ് പോലും നമുക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റലായിട്ട് ഇതിനകത്ത് ഡിജി ലോക്കറിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്ത സേവനമാണ്. അത് കേരളത്തിലുള്ളതാണ് കേട്ടോ. അതായത് മൊബൈൽ ഗവർണൻസ് ഇനിഷ്യേറ്റീവ് ഇൻ കേരള ആണ് സേവനം എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ് സർവീസ് മൊബൈൽ വഴി നമുക്ക് എങ്ങനെ കിട്ടുന്നു. അതും ഇതുപോലെ തന്നെ ഓഫീസസ് വിസിറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഓൺലൈനായിട്ട് ഇതെല്ലാം കിട്ടും. സിറ്റിസൺസിന് കൂടുതൽ എൻഗേജിംഗ് ആയിട്ട് നിൽക്കും. യൂസർ ഫ്രണ്ട്ലി ആണ്. ഡിജിറ്റൽ ഗവർണൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ടൈമിനെ സേവ് ചെയ്യുന്നു. ഇതൊക്കെയാണ് സേവനം എന്ന് പറയുന്നത്. വെച്ചാൽ മൊബൈലിലൂടെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ എല്ലാ സർവീസസും കിട്ടുന്നു. പിന്നെ LSGD ആൻഡ് അക്ഷയ സെൻറ്റേഴ്സ് ആണ്. LSGD എന്ന് വെച്ചാൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അത് ലോക്കൽ ബോഡീസിനെ ഗവൺ ചെയ്യുന്നൊരു ഇതാണ്. അതായത് ഈ ഗവർണൻസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഇവരാണ്. പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ പബ്ലിക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവർ. ലോക്കൽ അഡ്മിനിസ്ട്രേഷനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. റൂറൽ ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു LSGD. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ എൻഷുവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അക്ഷയ സെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിജിറ്റൽ സർവീസ് സെൻറ്റേഴ്സ് ഇൻ കേരളയാണ് നമ്മൾ അക്ഷയ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഗവർണൻസ് സർവീസ് ഉണ്ട്, ഡിജിറ്റൽ ലിറ്ററസി പ്രൊമോട്ട് ചെയ്യുന്നു അവർ. റൂറൽ പോപ്പുലേഷനിലുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് അക്ഷയ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും, അല്ലേ? പിന്നെ ഓൺലൈൻ ബിൽ പേയ്മെൻറ്റ് സർവീസൊക്കെ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. ആധാർ, പാൻ കാർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. ട്രെയിനിങ് പ്രോഗ്രാംസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് വരുന്ന ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനാണ്. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ത്രൂ ഡിജിറ്റൽ ടൂൾസ്. അതായത് ഇമെയിൽ വഴി, ബ്ലോഗ് വഴി, സോഷ്യൽ മീഡിയ വഴി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെ ഇൻസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷനാണ് എനേബിൾ ചെയ്യുന്നത്. ഒരു ഗ്ലോബൽ കണക്ടിവിറ്റി കിട്ടും. കോസ്റ്റ് എഫക്റ്റീവാണ്. ബിസിനസ്സിലും എഡ്യൂക്കേഷനും ഒക്കെയാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇതാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ മെയിൽ അയക്കുമല്ലോ ജിമെയിൽ വഴി, അതൊക്കെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനാണ്. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ കൊളാബറേറ്റീവ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആണ്. കൊളാബറേറ്റീവ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് എന്ന് വെച്ചാൽ നമുക്ക് ടീം വർക്കിന് വേണ്ടി അല്ലെങ്കിൽ കൊളാബ് ചെയ്ത് ബാക്കിയുള്ള ആളുകളുമായിട്ട് ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ടൂൾസ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ ഷെയർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്യാനും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും. അത് വർക്ക് പ്ലേസസിലും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിലൊക്കെയാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഗൂഗിൾ വർക്ക് സ്പേസ്, മൈക്രോസോഫ്റ്റിൻ്റെ ടീം, അതെല്ലാം എന്താണ് കൊളാബറേറ്റീവ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വരുന്നു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള സ്വയവും മൂക്കും, MOOC. ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസിന് എക്സാമ്പിൾ ചോദിച്ചാൽ സ്വയം ആൻഡ് മൂക്ക് പറഞ്ഞിരിക്കണം, അതിൻ്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം നമ്മൾ. അപ്പം ഈ സ്വയം ആണെന്നുണ്ടെങ്കിലും മൂക്കാണെന്നുണ്ടെങ്കിലും ഇത് ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആണ്. മൂക്കിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്നാണ്. എല്ലാവർക്കും ആക്സസിബിൾ ആവും പറ്റും. സ്വയവും മൂക്കും ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ലേണിംഗ് സ്കെഡ്യൂൾ പ്രൊവൈഡ് ചെയ്യുക. അതായത് ഫ്രീ ആയിട്ട് നമ്മളെ പഠിപ്പിക്കും പല കാര്യങ്ങളും. ഫ്രീ കോഴ്സസ് ഉള്ളത്, വൈഡ് റേഞ്ച് ഓഫ് സബ്ജക്ട്സ് ആണുള്ളത്. സർട്ടിഫിക്കറ്റ്സും അവൈലബിൾ ആണ് നമ്മളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ. അപ്പോൾ ഇത് ലൈഫ് ലോങ് ലേണിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്നു.
അപ്പം അതായത് ലേണിംഗ് പ്രോഗ്രാംസ് ഓൺലൈനായിട്ട് നമുക്ക് തരുന്ന പ്ലാറ്റ്ഫോംസാണ് സ്വയവും മൂക്കും. പിന്നെ ഡിജിറ്റൽ പ്രൈവസി എന്താണെന്നുണ്ട്. ഡിജിറ്റൽ പ്രൈവസി എന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ ഡാറ്റ ഓൺലൈനിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ് ഡിജിറ്റൽ പ്രൈവസി എന്ന് പറയുന്നത്. അതായത് ഇൻഫർമേഷൻ മിസ്യൂസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, പാസ്വേഡിനെയൊക്കെ പാസ്വേഡൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഐഡൻറ്റിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, നമ്മുടെ ഫിനാൻഷ്യൽ ഡേറ്റയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ലീഗൽ പ്രൊട്ടക്ഷൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ അപ്പം ഫോർ എക്സാമ്പിൾ OTP ഒന്നും നമ്മൾ ഷെയർ ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് ഡിജിറ്റൽ പ്രൈവസിയുടെ ഒരു ഇതാണ്. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ട്രാൻസാക്ഷൻസ് ഒക്കെ സെക്യൂർ ആയിട്ട് ചെയ്യാം. ഡിസഡ്വാൻറ്റേജ് വരുന്നതെന്ന് വെച്ചാൽ എഗെയിൻ ഡേറ്റ മിസ്യൂസിൻ്റെ റിസ്ക് വരുന്നുണ്ട്, സർവെയിലൻസ് അല്ലെങ്കിൽ പ്രൈവസിയുടെ പ്രശ്നങ്ങളും ഇതിനകത്തും വരുന്നുണ്ട്. പിന്നെ സൈബർ സെക്യൂരിറ്റി എന്താണെന്നുള്ളതാണ്. സൈബർ സെക്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈബർ അറ്റാക്കിൽ നിന്ന് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇത് ഏതാണെങ്കിലും മൊബൈലാണെന്നുണ്ടെങ്കിലും കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിലും എല്ലാം. ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യുന്നു, നമ്മൾ ഫയർ വാൾസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്, ഹാക്കിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്, സേഫ് ആയിട്ടുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒക്കെ എൻഷുർ ചെയ്യുന്നത്. പിന്നെന്താണ്, ഈ സൈബർ സെക്യൂരിറ്റി ബിസിനസ്സിനും ഇൻഡിവിജ്വൽസിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് റിക്വയർ ചെയ്യുന്നുണ്ട് ഇതിന് അല്ലേ. സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതൊക്കെ സൈബർ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് വരും. അതായത് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് യൂസ് ചെയ്യുന്നതും OTPയിൽ വരുന്ന ആ ഓതൻറ്റിക്കേഷനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈബർ സെക്യൂരിറ്റിയുടെ ഭാഗമാണ് കേട്ടോ. പിന്നെ സൈബർ എത്തിക്സ് ആണ്. സൈബർ എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ചട്ടങ്ങൾ എന്തൊക്കെയാണ്, മോറൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് ഇൻ്റർനെറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസ്പോൺസിബിളായിട്ട് ബിഹേവ് ചെയ്യുക, സൈബർ ക്രൈം അവോയ്ഡ് ചെയ്യുക, ബാക്കിയുള്ളവരുടെ പ്രൈവസിയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, പിന്നെന്താണ് ഓണസ്റ്റായിട്ട് പെരുമാറുക, ഫേക്ക് ന്യൂസ് ഒന്നും സ്പ്രെഡ് ചെയ്യരുത്, ലീഗൽ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ എന്നുള്ളതാണ് സൈബർ എത്തിക്സിനകത്ത് വരുന്നത്. 4 മൊഡ്യൂളിലെയും കൂടിയുള്ള തിയറി പോർഷനാണ് ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നോട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം.